എജുപോട്ടിന്റെ മക്കൾക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മക്കൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പാട്ടുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല തയ്യാറായിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം. നമ്മുടെ എക്സാമിങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ മിസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. മിസ് പറയുന്നതിൻ്റെ കൂടെയൊക്കെ പറഞ്ഞ് പഠിക്കണം. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. മിസ്സിൻ്റെ ബാക്കിൽ എന്താ കാണുന്നത്? കുറേ വിത്തുകൾ കാണുന്നുണ്ടല്ലേ? വിത്തുകൾ മുളച്ചിട്ട് എന്ത് ചെയ്യും? വലിയ വലിയ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഇതൊക്കെ കഴിക്കാൻ. ഓക്കെ. അപ്പോൾ വിത്ത് നടുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ മിസ്സിന്റെ ബാക്കിൽ ഇപ്പൊ എന്താ കാണുന്നത്? ഒരു മരം. എന്ത് മരാണത്? ഈ പഴം കണ്ടിട്ട് ഒരു ഞാവൽ മരാണല്ലേ? ഞാവൽ പഴം കഴിച്ചിട്ടുണ്ടോ എൻ്റെ മക്കള്? ഓക്കെ. അപ്പോൾ ഈ ഞാവൽ മരത്തുമില്ലേ ഞാവൽ പഴങ്ങളെല്ലാം അതിൻ്റെ താഴെ വീണ് ആ വിത്തൊക്കെ അവിടെ തന്നെ മുളച്ചിട്ട് പുതിയ ഞാവൽ തൈകൾ ഉണ്ടാക്കി. അങ്ങനെയാണോ ഉണ്ടാവുക? ഒരു ഞാവൽപ്പഴത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് അവിടെ മുഴുവൻ ഞാവൽ തോട്ടം, അല്ലെങ്കിൽ ഒരു മാവുണ്ടെങ്കിൽ അവിടെ മുഴുവൻ മാവിൻ തോട്ടം, ഒരു തെങ്ങുണ്ടെങ്കിൽ അവിടെ മുഴുവൻ തെങ്ങിൻ തോട്ടം, ഒരു പ്രദേശം മുഴുവൻ അങ്ങനെയാണോ ഉണ്ടാവുക? അല്ല. ഒരു പ്രദേശത്ത് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും തന്നെ ഒരുപാട്, നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കിയേ, ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഇല്ലേ? വ്യത്യസ്തമായ ചെടികളില്ലേ? എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ ചെടികൾ ഉണ്ടാവുന്നത്? ഒരു ചെടി മാത്രമായാൽ എങ്ങനെയാ ഉണ്ടാവുക? നമ്മുടെ ഇക്കോസിസ്റ്റം തന്നെ താറുമാറായി പോവും അല്ലേ? അപ്പൊ ഈ ഞാവൽപ്പഴത്തിന്റെ ചോട്ടിൽ തന്നെ ഈ ഞാവൽ ഒക്കെ മുഴുവൻ വീണ് അതിൻ്റെ വിത്ത് മുഴുവൻ അവിടെ മുളച്ച് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുണ്ടാവാൻ പറ്റുമോ? അവിടെ നിറയെ ഞാവൽ മരങ്ങളായിരിക്കൂലേ? ഈ പഴത്തിൻ്റെ മരങ്ങളായിരിക്കൂലേ? അപ്പം അതിന് വേണ്ട ആഹാരം കിട്ടൂല, വെള്ളം കിട്ടൂല, മണ്ണുണ്ടാവില്ല, സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ വളരാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? പല സ്ഥലങ്ങളിൽ വേണം വളരാൻ. അതിനെന്ത് വേണം? വിത്ത് പല സ്ഥലങ്ങളിൽ എത്തണം. വിത്ത് വിതരണം നടക്കണം അല്ലേ? വിത്ത് വിതരണത്തിന് നമ്മൾ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ആരൊക്കെയാ സഹായിക്കുന്നത്? ഒരാൾ നോക്കിയേ, ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമ്മുടെ മൃഗങ്ങള്, പക്ഷികൾ. ഇതാരാ? നമ്മുടെ ബാറ്റ്, പക്ഷികള്, നമ്മുടെ മങ്കി. അതേപോലെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നുണ്ട്. നമ്മളും കഴിച്ചിട്ട് പല സ്ഥലങ്ങളിൽ ഇട്ടിട്ട്, അല്ലെങ്കിൽ മൃഗങ്ങൾ പല സ്ഥലങ്ങളിൽ കഴിച്ച് ചാടും. അതേപോലെ പക്ഷികൾ പല സ്ഥലങ്ങളിലേക്ക് കൊത്തിക്കൊണ്ടുപോയി അവിടെയൊക്കെ ഇടും. അവ കാഷ്ടിച്ചിട്ട് അതിൽ നിന്നും വിത്ത് മുളച്ചിട്ടുണ്ടാവും. അങ്ങനെ പല സ്ഥലങ്ങളിലും മുളയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രദേശത്ത് തന്നെ വിവിധ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ നട്ടിട്ടും ഉണ്ടാവുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ നടാതെയും പല തൈകളും ഇങ്ങനെ മുളച്ചു വരുന്നില്ലേ? അത് ഇങ്ങനെയൊക്കെയാണ്. പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. എന്താണ് ഈ വിത്ത് വിതരണം? എന്താ? മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് എന്ത്? വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ. എന്താണ്? മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്ത് എത്തപ്പെടുന്നതാണ് എന്ത്? വിത്ത് വിതരണം. Seed dispersal is the process in which seeds from the mother plant reach different locations. അതാണ് എന്ത്? സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണം. ഓക്കെ. എന്തിനാണ് അപ്പോൾ വിത്ത് വിതരണം? എന്തിനാണ്? ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചോട്ടിൽ തന്നെ വളർന്നാൽ ശരിയാവോ? അങ്ങനെ പറ്റില്ല. അതാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഈ വിത്ത് വിതരണം കറക്റ്റായിട്ട് നടക്കുന്നത് കൊണ്ടാണ്. എങ്ങനെയെല്ലാം വിത്ത് വിതരണം നടക്കുന്നുണ്ട്? വിത്ത് വിതരണത്തിന് പല അനുകൂലങ്ങളുണ്ട്. ഇപ്പം മിസ് പറഞ്ഞതുപോലെ ജന്തുക്കളും പക്ഷികളും ഒക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? വിത്ത് വിതരണം സഹായിക്കുന്നുണ്ട്. അതേപോലെ ഒരു അനുകൂലമാണ് എന്ത്? ഈ ജലം വഴി വിത്ത് വിതരണം നടക്കുന്ന ചില വിത്തുകളുണ്ട് അല്ലേ? ഇപ്പൊ തന്നെ ഈ തേങ്ങ നോക്കിയേ, വെള്ളത്തിൽ വീണ് പല സ്ഥലങ്ങളിലേക്കും ഒഴുകിയെത്തും അല്ലേ? അതൊരു വിത്ത് വിതരണം അല്ലേ? തെങ്ങിന്റെ ചോട്ടിൽ തന്നെയാണോ മുളയ്ക്കുന്നത്? അല്ല, പല സ്ഥലങ്ങളിലേക്കും ഒഴുകിയെത്തിയിട്ട് മുളയ്ക്കാൻ പറ്റും. ഈ തേങ്ങ എന്ത് ചെയ്യും? അതിൽ മേലെ കൂടെ ഇങ്ങനെ ഒഴുകിപ്പോവും. താഴ്ന്നു പോവോ വീണാല്? ഇല്ല, അത് താഴ്ന്നു പോവാതെ മേലെ പൊങ്ങിയിട്ട് കിടക്കും. എന്തുകൊണ്ടാ? അതിൻ്റെ ചകിരിയിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് അത് താണു പോവില്ല. അപ്പം അത് പൊങ്ങിക്കിടന്ന് ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകിപ്പോയി മറ്റൊരു സ്ഥലത്ത് എത്തിയിട്ട് മുളയ്ക്കും. അങ്ങനെ ജലം വഴി വിത്ത് വിതരണം നടത്തുന്നതാണ് നമ്മുടെ തേങ്ങ.
അതേപോലെ കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന ഒരാളാണ് ഇത് അപ്പൂപ്പൻ താടി. അപ്പൂപ്പൻ താടി നമ്മൾ കാറ്റത്ത് പാറി വന്ന് നമ്മൾ എടുത്ത് കളിക്കാറില്ലേ? അതേപോലെ കാറ്റത്ത് പാറി പാറി വേറെ എവിടെയെങ്കിലും പോയി എന്ത് ചെയ്യും? അങ്ങനെ അവിടെ മുളയ്ക്കും. കാറ്റ് വഴി വിത്ത് വിതരണം. അതേപോലെ കടലാടി, അസ്ത്രപ്പുല്ല്. നമ്മൾ കളിക്കാനൊക്കെ പോകുമ്പോൾ നമ്മുടെ പാൻറ്റിലൊക്കെ നിറയെ ഈ അസ്ത്രപ്പുല്ല് ഉണ്ടാവൂലേ? നമ്മളിങ്ങനെ അവിടുന്ന് കളിക്കാൻ പോയി അവിടുന്ന് അസ്ത്രപ്പുല്ലായി നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കുടഞ്ഞിടും അല്ലേ? അങ്ങനെ വിത്ത് വിതരണം നടത്തും. ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്നതാണ് ഈ കടലാടിയും അസ്ത്രപ്പുല്ലും ഒക്കെ. അതേപോലെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. ഒന്ന് നോക്കിയേ, കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്നത് ആരാ? ഒന്ന് അപ്പൂപ്പൻ താടി, മഹാഗണി, പൈൻ, അതേപോലെ മേപ്പിൾ. ഇവയൊക്കെ എന്താണ്? കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ആളുകളാണ്. അതേപോലെ നമ്മുടെ ത്രൂ വിൻഡിൽ ഏതൊക്കെയാണ്? മിൽക്ക് വീഡ്, പപ്പൂസ്, മഹാഗണി, പൈൻ, മേപ്പിൾ. അതേപോലെ പൊട്ടിത്തെറിച്ച് ഈ കാശിത്തുമ്പയൊക്കെ കണ്ടില്ലേ? നമ്മളെ വീട്ടിലുണ്ടാവുന്ന ചെടി അതിങ്ങനെ ടപ്പ് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ചെതറിയിട്ട് അവിടെ ഇവിടെയൊക്കെ മുളയ്ക്കൂലേ? അങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടാവുന്നതാണ് വെണ്ട. ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടും. അങ്ങനെയാണ് വെണ്ട. റബ്ബർ കായ പൊട്ടിത്തെറിക്കുന്ന ഒച്ച നമ്മൾ റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ പോകുന്ന ടപ്പ് ടപ്പ് എന്ന് ഒച്ച കേൾക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ചാണ് റബ്ബർ. അതേപോലെ കാശിത്തുമ്പ, വെണ്ട, റബ്ബർ, കാശിത്തുമ്പയൊക്കെ എന്താണ്? പൊട്ടിത്തെറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിത്ത് വിതരണം നടത്തുന്നത്. ഓക്കെ. അതേപോലെ ജലം വഴി ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, തേങ്ങ, കണ്ടൽ, താമര. ഈ തേങ്ങയും കണ്ടൽ ചെടിയും താമരയൊക്കെ ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന ആളുകളാണ്. പിന്നെ ജന്തുക്കൾ വഴി നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ നേരത്തെ? മാമ്പഴം, അതേപോലെ പേരക്ക, അതേപോലെ അസ്ത്രപ്പുല്ല്. ഇതൊക്കെ എന്താണ്? ജന്തുക്കൾ വഴി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മിസ് ഇപ്പോൾ 3 ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കണ്ടൽ ചെടി കാണാത്ത മക്കളുണ്ടോ? കണ്ടൽ ചെടി കണ്ടില്ലേ? നമ്മൾ ഈ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ കണ്ടൽ ചെടി കണ്ടിട്ടില്ലേ? മണ്ണൊലിപ്പ് തടയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കണ്ടൽ ചെടി, അത് ഈ വെള്ളത്തിലാണ് എന്ത് ചെയ്യുക? ഉണ്ടാവുക. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ വീണിട്ട് അത് ഒഴുകിയിട്ട് എന്ത് ചെയ്യും? അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഇതാണ് കണ്ടൽ ചെടി. പിന്നെ തേങ്ങ. ഇങ്ങനെയാണ്. ഇതാണ് കണ്ടൽക്കാട്. എൻ്റെ മക്കൾ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ വീണിട്ട് ഒഴുകി നടന്നിട്ട് അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുളച്ച് വരും. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിത്ത് വിതരണം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റും ജൈവ വൈവിധ്യമായിട്ട് പല ചെടികളാൽ എന്ത് ചെയ്യുന്നത്? സമൃദ്ധമാവുന്നത്. ഒരു സ്ഥലത്ത് തന്നെ വിത്ത് മുളച്ചാൽ അത് ശരിയാവോ? ഇല്ല. അപ്പോൾ വിത്ത് വിതരണത്തെക്കുറിച്ച് എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. പരീക്ഷയ്ക്ക് വരും. ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് അല്ലെങ്കിൽ കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്നത് ഏതൊക്കെ സസ്യങ്ങളാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടും പറയാൻ കഴിയണം. അത് പറയാൻ കഴിയണമെങ്കിൽ എൻ്റെ മക്കൾ കൃത്യമായിട്ട് ഈ വീഡിയോ കാണണം. അപ്പോൾ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.